നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഞങ്ങൾ വളരെ മുന്നിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് ഇന്നത്തോടുകൂടി ബൂത്ത് കൺവെൻഷനുകൾ കൂടി പൂർത്തീകരിച്ച് നാളെയും മറ്റന്നാളും സ്ക്വാഡ് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അത്രമാത്രം ഞങ്ങൾ മുന്നിലെത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഇതുവരെ പലപ്പോഴും ഒരു എതിർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇന്ന് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. എന്തായാലും ഒരു എതിർ സ്ഥാനാർത്ഥി കൂടി വരുമ്പോഴാണ് ഒരു ആവേശം സത്യത്തിൽ വരുന്നത്. കേരളത്തിലെ ഈ 9 വർഷക്കാലത്ത് ദുരിതപൂർണമായ ദുസ്സഹമായ ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, ദുരിതപൂർണമായ കേരളത്തിൻ്റെ അവസ്ഥ, നിലമ്പൂരിൻ്റെ അതുപോലെ തന്നെ വികസന മുരടിപ്പ്, ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. എന്തായാലും ഒരു നല്ല വിജയം. കഴിഞ്ഞ 2 ടേമായി നഷ്ടപ്പെട്ട UDF-ന് നഷ്ടപ്പെട്ട നിലമ്പൂർ വലിയ പ്രതികരണമാണ് കേട്ടത്. അദ്ദേഹം പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലി അർപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കല്ലറ സന്ത അവിടെ എത്തി പ്രാർത്ഥിച്ചതിന് ശേഷമുള്ള പ്രതികരണമാണ്. ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. കെട്ടിവെച്ച കാശും അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും